ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിലുള്ളത്. അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്, BSEയും NSEയും. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു ബി റെക്കഗ്നൈസ്ഡ് അണ്ടർ സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് 1956. ക്ലിയർ അല്ലേ? അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യയിൽ ആദ്യമായി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ആരാൽ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് എന്ത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ലൊക്കേഷൻ മുംബൈയിലാണ്, റെഫർ ടു ആസ് ദലാൽ സ്ട്രീറ്റ്. ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ട് പറയാനായിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875, ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ആദ്യമായി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് ബൈ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. ലൊക്കേഷൻ മുംബൈ. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്? BSEയിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ലിസ്റ്റഡ് കമ്പനീസ് ഉള്ളത് BSEയിലാണ്. ഏകദേശം 5000-ഓളം, ക്ലിയർ ആണോ, ലിസ്റ്റഡ് കമ്പനീസ് ഗ്ലോബലി എവിടെയുണ്ട്? BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്. സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ് BSEയിലുണ്ട്. ക്ലിയർ അല്ലേ? സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ് BSEയിലുണ്ട്. 5000-ഓളം കമ്പനീസ് BSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE എന്ന് പറയുന്നത്. അടുത്തത് BSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് S&P BSE സെൻസെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് അർത്ഥം. സെൻസെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് കംപ്രൈസസ് 30 ഫിനാൻഷ്യലി സൗണ്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ഫ്രം വേരിയസ് സെക്ടേഴ്സ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല സെക്ടേഴ്സിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 30 കമ്പനികളുടെ ബേസിസിലാണ് BSE സെൻസെക്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? BSEയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് ബോൾട്ട് എന്ന് വിളിക്കുന്നത്. BSE ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ക്ലിയർ ആണോ? BSE ഓൺലൈൻ ട്രേഡിംഗ് അതാണ് ബോൾട്ട് എന്ന് പറയുന്നത്, BSEയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. BSEയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ജനറലി ഹാസ് ലോവർ ട്രേഡിംഗ് വോളിയം ആൻഡ് ലിക്വിഡിറ്റി കമ്പയർ ടു NSE. NSEയെ കമ്പയർ ചെയ്യുമ്പോൾ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കമ്പയർ ചെയ്യുമ്പം ലോവർ ട്രേഡിംഗ് വോളിയവും അതുപോലെ ലിക്വിഡിറ്റിയുമാണ് BSEയിൽ ഉള്ളത്, പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് സെഗ്മെന്റുകളിൽ. NSE ആണ് ട്രാൻസാക്ഷൻസിന്റെ ബേസിസിൽ ഏറ്റവും വലുതെങ്കിൽ BSE ആണ് ലിസ്റ്റഡ് കമ്പനീസിന്റെ എണ്ണത്തിന്റെ ബേസിസിൽ ഏറ്റവും വലുത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യമായി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അടുത്തതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE. NSE എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1994 എസ്റ്റാബ്ലിഷ് ചെയ്ത 1992, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത 1994. ആദ്യമായിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം NEAT, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്, ഇന്ത്യയിൽ കൊണ്ടുവന്നത് NSE ആണ്. ആദ്യമായി ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് NSE ആണ്. ക്ലിയർ ആണോ? അതിനെയാണ് NEAT, നീറ്റ് എന്ന് വിളിക്കുന്നത്, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. ക്ലിയർ അല്ലേ? യെസ്. ഇത് കൊണ്ടുവന്നത് മൂലം ട്രാൻസ്പെറൻസിയും അതുപോലെ എഫിഷ്യൻസിയും വർദ്ധിക്കുന്നു. ഓക്കെ ആണോ? NSEയുടെ ലൊക്കേഷനും മുംബൈയിൽ തന്നെയാണ്. NSEയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ട്രേഡ് വോളിയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് NSE ആണ്. ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ ബൈ ട്രേഡിംഗ് വോളിയം. ക്ലിയർ ആണോ? ആൻഡ് ഈസ് എ സിഗ്നിഫിക്കന്റ് പ്ലെയർ ഇൻ ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ഫ്യൂച്ചർ ഓപ്ഷൻസ് മുതലായ ഡെറിവേറ്റീവ്
ട്രേഡിംഗിൽ ഒരു സിഗ്നിഫിക്കന്റ് പ്ലെയറും കൂടെയാണ് NSE. NSEയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ട്രേഡിംഗ് വോളിയത്തിന്റെ ബേസിസിലും NSE ആണ് ഏറ്റവും വലുത്. NSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50 നാഷണൽ ഇൻഡെക്സ് 50 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നാഷണൽ ഇൻഡെക്സ് 50. നിഫ്റ്റി 50 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 50ഓളം NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള 50ഓളം ലാർജ് ക്യാപ്പ്, അതായത് ഹൈ വാല്യൂഡ് കമ്പനികളുടെ, ക്ലിയർ ആണോ, ഹൈലി ലിക്വിഡ് കമ്പനിയുടെ എന്താണ് പറയുന്നത് ബേസിസിലാണ് നിഫ്റ്റി 50 കണ്ടുപിടിക്കുന്നത്. റെപ്രസെന്റിംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ വേരിയസ് സെക്ടേഴ്സിലുള്ള 50ഓളം NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലാർജ് ക്യാപ്പ് കമ്പനീസിന്റെ ബേസിസിലാണ് നിഫ്റ്റി 50 കണ്ടെത്തുന്നത്. ക്ലിയർ ആണോ? അതാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതാണ് NSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. ഇനിയും NSEയുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് അഡ്വാൻസ് ട്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൈ സ്പീഡ് എക്സിക്യൂഷൻ. NSEയിൽ ട്രാൻസാക്ഷൻ ഹൈ സ്പീഡ് എക്സിക്യൂഷൻ ആണ് നടക്കുന്നത്. എളുപ്പത്തിൽ തന്നെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. അതുപോലെ അഡ്വാൻസ് ട്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആർക്കുണ്ട്? NSEക്കുണ്ട്. ഓക്കെ ആണോ? യെസ്. ലിസ്റ്റിംഗിന്റെ ബേസിസിൽ ടെൻ ടു ഹാവ് സ്ട്രിക്റ്റർ ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ ദാൻ BSE. BSEയെക്കാളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ ആണ് NSEക്കുള്ളത്. NSE ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ കമ്പനികൾ റിഗറസ് ആയിട്ടുള്ള സ്ക്രൂട്ടണിക്ക് വിധേയമാകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ BSEയെ അപേക്ഷിച്ച് കുറവ് കമ്പനികൾ മാത്രമാണ് NSEയിൽ എന്ത് ചെയ്യുന്നത്? ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലിസ്റ്റഡ് കമ്പനീസിന്റെ എണ്ണത്തിന്റെ ബേസിസിൽ NSE BSEയേക്കാൾ പുറകിലാണ്. അതുകൊണ്ട് തന്നെ ഓഫൺ അട്രാക്ടിങ് കമ്പനീസ് വിത്ത് എ സ്ട്രോങ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. NSEയിലുള്ള കമ്പനീസ് എല്ലാം നല്ല ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് ഉള്ളതാണ്. കാരണം സ്ട്രിക്റ്റ് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ NSEക്കുണ്ട്. നല്ലപോലെ സ്ക്രൂട്ടിനി ചെയ്ത് അത്രയും നല്ല കോൺഫിഡൻസ് ഉള്ള കമ്പനികളെ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ലിസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് NSEയെക്കാളും കുറവ് കമ്പനീസ് മാത്രമാണ് BSEയെക്കാളും കുറവ് കമ്പനീസ് മാത്രമാണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് NSEയെ പറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ BSEയും NSEയും കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റിംഗ് ആണ്. NSEയിലും BSEയിലും എപ്രകാരമാണ് ലിസ്റ്റിംഗ് നടക്കുന്നത്? ആദ്യം ലിസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി സെക്യൂരിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എനേബിളിംഗ് പബ്ലിക് ട്രേഡിംഗ്. പബ്ലിക്കിന് വിൽക്കാൻ വേണ്ടി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് തങ്ങളുടെ സെക്യൂരിറ്റീസ് കൊണ്ടുവന്ന് ചേർക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ്. ക്ലിയർ ആണോ? ലിസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കമ്പനി സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഷെയർ മാത്രമല്ല, ഡിബഞ്ചറും ബോണ്ടും ബാക്കി എല്ലാ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എനേബിളിംഗ് പബ്ലിക് ട്രേഡിംഗ്. അതിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. BSEയിലും NSEയിലും എങ്ങനെയാണ് ലിസ്റ്റിംഗ് നടക്കുന്നത് എന്ന് നോക്കാം. ലിസ്റ്റിംഗ് പ്രോസസ് ആണ് നോക്കാൻ പോകുന്നത്. IPOയുടെ കേസിൽ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ കേസിൽ, ക്ലിയർ ആണോ? ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു കമ്പനി അവരുടെ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇന്റർമീഡിയറെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോയിന്റിംഗ് മർച്ചന്റ് ബാങ്കർ, രജിസ്ട്രാർ ഓർ ലീഗൽ കൗൺസിൽസ് ആസ് ഇന്റർമീഡിയറി. ആദ്യം അവർ എന്ത് ചെയ്യുന്നു? ഇന്റർമീഡിയറെ അപ്പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവരെന്ത് പ്രിപ്പയർ ചെയ്യണം? ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ഫോർ ദ പബ്ലിക് ആണ്. പബ്ലിക്കിനോട് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു, വരൂ വന്ന് പർച്ചേസ് ചെയ്യൂ. ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ പ്രോസ്പെക്ടസ് അല്ല, ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. ക്ലിയർ ആണോ? പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ക്ലിയർ അല്ലേ? കണ്ടെയ്നിങ് ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി ആൻഡ് ദ ഇഷ്യൂ. ഇഷ്യൂവിനെ പറ്റിയും കമ്പനിയെ പറ്റിയുമുള്ള സകല ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ള റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, അതായത് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം? കമ്പനി പ്രിപ്പയർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത്രയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റിംഗ് ദ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ടു ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫോർ ഒബ്സർവേഷൻ ആൻഡ് അപ്രൂവൽ. ഒബ്സർവേഷനും അപ്രൂവലിനും വേണ്ടി സെബിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ആർക്കും സബ്മിറ്റ് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും സബ്മിറ്റ് ചെയ്യണം. അപ്ലൈയിങ് ഫോർ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഫോർ ലിസ്റ്റിംഗ് ഓൺ ദ ഡിസൈർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എയ്തർ NSE ഓർ BSE. ക്ലിയർ ആണോ? മോസ്റ്റ് കമ്പനീസ് ഓപ്റ്റ് ഫോർ ഡ്യുവൽ ലിസ്റ്റിംഗ്. മിക്ക കമ്പനികളും ഡ്യുവൽ ലിസ്റ്റിംഗിനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരെന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എക്സ്ചേഞ്ചിനും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് കൈമാറി കഴിയുമ്പോൾ
പ്രോസ്പെക്ടസ് കൈമാറി കഴിയുമ്പോൾ അടുത്ത എന്താണ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കൈമാറി അതിനുശേഷം അതിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഫയലിംഗ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കണ്ടെയ്നിങ് പ്രൈസ് ബാൻഡ് ആൻഡ് ഇഷ്യൂ പ്രൈസും ഒക്കെ അടങ്ങിയിട്ടുള്ള റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഡ്രാഫ്റ്റ് അല്ല പ്രോപ്പർ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ദ ഫൈനൽ പ്രോസ്പെക്ടസ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. ക്ലിയർ ആണോ? ആൻഡ് സെബി. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും പ്രിപ്പയർ ചെയ്യുന്നു, ഫൈനൽ പ്രോസ്പെക്ടസും പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അത് ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും അതുപോലെ സെബിക്കും സബ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതിനുശേഷം പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂ ഈസ് ഓപ്പൺഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിനായിട്ട് ഇഷ്യൂ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു ബിഡിങ്ങിന് വേണ്ടി. ക്ലിയർ ആണോ? അതിനുശേഷം ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു, എന്നിട്ട് എന്ത് നടത്തുന്നു, അലോട്ട്മെന്റ് നടത്തുന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പബ്ലിക് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം അലോട്ട്മെന്റ് നടത്തുന്നു, അതിനുശേഷം ലിസ്റ്റിംഗ് നടത്തുന്നു. ആഫ്റ്റർ അലോട്ട്മെന്റ് ഓഫ് ഷെയർ സെക്യൂരിറ്റീസ് ആർ അഡ്മിറ്റഡ് ടു ബി ട്രേഡഡ് ഓൺ ദ എക്സ്ചേഞ്ച്. ക്ലിയർ അല്ലേ? ഇപ്പൊ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് പ്രൊസീജിയർ. അപ്പൊ എന്തൊക്കെയാ പ്രൊസീജിയർ? ആദ്യം ഇന്റർമീഡിയറി അപ്പോയിന്റ് ചെയ്യുന്നു, ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനുശേഷം അത് സെബിക്ക് സബ്മിറ്റ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, NSEക്കും PSEക്കും. അതിനുശേഷം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ഫൈനൽ പ്രോസ്പെക്ടസും പ്രിപ്പയർ ചെയ്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും സെബിക്കും സബ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു ബിഡിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം അലോട്ട്മെന്റ് നടത്തുന്നു. അലോട്ട്മെന്റ് നടത്തിയതിനു ശേഷം എന്ത് ആകുന്നു, ഈ പെർട്ടിക്കുലർ സെക്യൂരിറ്റി ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അലോട്ട്മെന്റിന് ശേഷം സെക്യൂരിറ്റി അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ആയി. അവരെ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ആ സെക്യൂരിറ്റിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇനി ആ സെക്യൂരിറ്റി ട്രേഡ് ചെയ്യാം. പ്രൈമറി മാർക്കറ്റിലാണ് IPO നടക്കുന്നത്. ആ ഒരു പ്രോപ്പർ അലോട്ട്മെന്റ് അവിടെ നടന്നു കഴിയുമ്പോൾ, പ്രൈമറി മാർക്കറ്റിൽ നടന്നു കഴിയുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് പാർട്ട് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. IPO നടക്കുന്ന പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടതിന് ശേഷം ആ പെർട്ടിക്കുലർ ഷെയർസ്, അതാണ് അലോട്ട്മെന്റിന് ശേഷം ആ ഒരു ഷെയർസ് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടി? ട്രേഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി. ഇതാണ് ലിസ്റ്റിംഗിന്റെ പ്രൊസീജിയർ. ഏതൊക്കെ കേസിലാ? ബോത്ത് NSE ആൻഡ് BSE. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അടുത്തത്, while exact criteria are subject to change and different slightly, key requirement often revolve around required to or related to listing. ക്ലിയർ ആണോ? ലിസ്റ്റിംഗ് റിക്വയർമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ NSE ലിസ്റ്റ് ചെയ്യാൻ നോട്ട് ലെസ് ദാൻ 10 crore ആയിരിക്കണം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. BSEയിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 10 crore. രണ്ടും നോട്ട് ലെസ് ദാൻ 10 crore ആണ്. ക്ലിയർ ആണോ? മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 10 crore ഇൻ ബോത്ത് NSE ആൻഡ് BSE. മിനിമം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോട്ട് ലെസ് ദാൻ 25 crore ആയിരിക്കണം. പോസ്റ്റ് ഇഷ്യൂവിന് ശേഷം 25 crore ആയിരിക്കണം. അത് തന്നെയാണ് BSEയുടെ കേസ്. ട്രാക്ക് റെക്കോർഡ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കണം for at least 3 out of 5 preceding years. ക്ലിയർ ആണോ? അതായത് പാസ്റ്റിലെ ഏത് വർഷമാണോ അവർ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വർഷത്തിന് തൊട്ടു മുന്നത്തെ 5 വർഷങ്ങൾ എടുക്കുക. ആ 5 വർഷങ്ങളിൽ 3 വർഷത്തിലെങ്കിലും അവർക്ക് എന്ത് വേണം? പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ അവരുടെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് അറ്റ്ലീസ്റ്റ് 3 കോടിയെങ്കിലും വേണം ഇൻ ഈച്ച് ഓഫ് ദ പ്രിസീഡിങ് 3 full year. ക്ലിയർ ആണോ? തൊട്ടു മുന്നേ ഉള്ള 3 വർഷങ്ങളിൽ അവരുടെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ഒന്നെങ്കിൽ 3 കോടിയെങ്കിലും എല്ലാ വർഷവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തൊട്ടു മുന്നേ ഉള്ള 5 വർഷങ്ങളിൽ 3 വർഷമെങ്കിലും അവർക്ക് ലാഭം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ NSEയിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണോ? ഈ സെയിം തന്നെയാണ് BSEയുടെ കേസിലും. അപ്പൊ എന്താ ഒരു ക്രൈറ്റീരിയ? ഈ വർഷമാണ് എനിക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതിന് തൊട്ടു മുന്നത്തെ 5 വർഷം നോക്കുന്നു. ഈ 5 വർഷത്തിൽ 3 വർഷമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഒന്ന്. ഇതല്ല എങ്കിൽ ഈ വർഷമാണ് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഇതിന് തൊട്ടു മുന്നത്തെ 3 വർഷവും ഓരോ വർഷവും 3 കോടി വീതം 3 കോടി എങ്കിലും നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കും. അല്ലാത്ത പക്ഷം ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് NSEയിൽ മിനിമം 25% ഓഫ് പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ ആണ്. ക്ലിയർ ആണോ? അതേ തന്നെയാണ് 25% തന്നെയാണ് BSEയുടെ കേസിൽ.
ക്ലിയർ ആണോ? പബ്ലിക് ഷെയർ ഹോൾഡിംഗ്, മിനിമം 25% ഓഫ് പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ. പിന്നെ ഗവൺമെന്റ് കംപ്ലയൻസ് എന്ന് പറയുന്നത് NSEയുടെ കേസിൽ സെബിയുടെ ലിസ്റ്റിംഗ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഈ സെയിം പ്രൊസീജിയർ എവിടെയും, ഈ സെയിം എന്താ പറയുക കംപ്ലയൻസ് എവിടെയും ഫോളോ ചെയ്തിരിക്കണം? BSEയുടെ കേസിൽ ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? സെബി ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ 2025 സെബി LODR, ക്ലിയർ ആണോ? അത് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് NSE ആൻഡ് BSE ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. NSE ആൻഡ് BSE ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ ആണോ? സോ നമ്മൾ എന്തൊക്കെ നോക്കി? BSE എന്താണെന്ന് നോക്കി, NSE എന്താണെന്ന് നോക്കി, ലിസ്റ്റിംഗ് ഇൻ BSE ആൻഡ് NSE നോക്കി, ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ഓഫ് BSE ആൻഡ് NSE നോക്കി. അടുത്തതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണ്? ക്ലിയർ ആണോ? എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? The Indian financial market is governed by a robust regulatory framework established by government to ensure investor protection, transparency and market integrity. ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ എന്താണ് അവരുടെ ഉദ്ദേശം? ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ട്രാൻസ്പെറൻസി, മാർക്കറ്റ് ഇന്റഗ്രിറ്റി, ഇതാണ് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ആരെ? ഫിനാൻഷ്യൽ മാർക്കറ്റിനെ. അപ്പൊ എങ്ങനെയാണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കീ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. ക്ലിയർ അല്ലേ? സെബി എന്താണ്? അപ്പെക്സ് റെഗുലേറ്റർ ആണ് ഫോർ ദ സെക്യൂരിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. സെബി ഈസ് നോൺ ആസ് ദി വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ട് തരം ഉണ്ട്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സെബി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അപ്പെക്സ് റെഗുലേറ്റർ, അതാണ് സെബി എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്ത 1988 അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിക്കുന്നത് 1992 സെബി ആക്ട് 1992 നിലവിൽ വന്നതിന് ശേഷമാണ് സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിക്കുന്നത്. അതിന് മുന്നേ തന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു 1988. സെബിയുടെ റോൾ എന്താണ്? ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക ഇൻ സെക്യൂരിറ്റീസ്, പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. ക്ലിയർ ആണോ? ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക. ഇതാണ് സെബിയുടെ ഉത്തരവാദിത്വം. സെബിയുടെ ഓവർസൈറ്റ് എവിടെയൊക്കെയാണ്? റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSEയും NSEയും സെബി എന്ത് ചെയ്യുന്നു? മേൽനോട്ടം വഹിക്കുന്നു. സെബി പ്രോപ്പറായി റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന ഇന്റർമീഡിയറീസ്, അതായത് ബ്രോക്കേഴ്സ്, മ്യൂച്വൽ ഫണ്ട്, മെർച്ചന്റ് ബാങ്കേഴ്സ്, ഇവരെയൊക്കെ ആര് നിയന്ത്രിക്കുന്നു? സെബി നിയന്ത്രിക്കുന്നു. അതുപോലെ ലിസ്റ്റഡ് കമ്പനി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയും സെബി റെഗുലേറ്റ് ചെയ്യുന്നു. ഇതാണ് സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റെഗുലേറ്റർ ആണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയുന്നത്. ആരെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ അല്ലേ? പിന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ അടുത്ത പാർട്ടായിട്ടുള്ള മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് റെഗുലേറ്റ് ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നു. റോൾ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി തയ്യാറാക്കുക, ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, അതുപോലെ കറൻസി ആൻഡ് ഡെറ്റ് മാർക്കറ്റ്, ഈ വക കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസും അടുത്തൊരു റെഗുലേറ്റർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കൺട്രി, അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? അത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് നടപ്പാകുന്നു, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് രാജ്യത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ റോൾ എന്താണ്? ഒരു നോഡൽ മിനിസ്ട്രി ആണ് ഫോർ ഫോർമുലേറ്റിംഗ് പോളിസി റിലേറ്റഡ് ടു ദി ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ആക്ട് ആസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി ഫോർ റെഗുലേറ്ററി ബോഡി ലൈക്ക് സെബി ആൻഡ് RBI. സെബി ആൻഡ് RBI പോലെയുള്ള റെഗുലേറ്ററി ബോഡികളെ, ക്ലിയർ ആണോ, അവയെ മേൽനോട്ടം വഹിക്കുന്ന ഒരു നോഡൽ മിനിസ്ട്രിയാണ് എന്തെന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ റെഗുലേറ്ററി ബോഡീസിലൂടെയാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് റെഗുലേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സെബിയിലൂടെ ക്യാപിറ്റൽ മാർക്കറ്റിനെയും RBIയിലൂടെ നമ്മളുടെ എക്കോണമി, അതുപോലെ മണി മാർക്കറ്റിനെയും, പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലൂടെ ഓവറോൾ എക്കോണമിയെ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായി റെഗുലേറ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തതാണ് കോർ ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്കുകളിലൂടെ. ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൈമർലി ഓപ്പറേറ്റ് അണ്ടർ ഫോളോയിങ് കീ ആക്ട്സ്. താഴെ പറയുന്ന ആക്ടുകളിലൂടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാം. ഒന്നാണ് സെബി ആക്ട് 1992.
Grant SEBI the authority to regulate security market, investigate and impose penalty. Clear ആണോ? സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനും പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനും സെബിക്ക് അധികാരം നൽകുന്ന ആക്ട് ആണ് സെബി ആക്ട് 1932 എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിലൂടെയും ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. അടുത്തത് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആണ്, SCRA. ക്ലിയർ ആണോ? സെക്യൂരിറ്റി കോൺട്രാക്ട്സ് ആക്ട് റെഗുലേഷൻ ആക്ട് 1956. Regulate transaction in security and is the primary law governing the functioning of stock exchange. Clear അല്ലേ? Transactions, securities ഉള്ള transactionsനെ regulate ചെയ്യുന്നു. Clear ആണോ? And is the primary law governing functions of stock exchange. സെക്യൂരിറ്റി എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്ടിലാണ്. അതുപോലെ തന്നെ റെക്കഗ്നിഷനും വിഡ്രോവൽ ഓഫ് റെക്കഗ്നിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഏത് ആക്ട് പ്രകാരമാണ് കൊടുക്കുന്നത്? സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ഈ ആക്ട് പ്രകാരം, ആ റെക്കഗ്നിഷൻ വിഡ്രോ ചെയ്യപ്പെടുന്നതും ഈ ആക്ട് പ്രകാരമാണ്. സെക്യൂരിറ്റി കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956. മൂന്നാമത്തെ ആക്ട് ആണ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1966. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ടെണ്ണമാണ് ഉള്ളത്, NSDL ഉം CDSL ഉം. ക്ലിയർ ആണോ? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡും, ക്ലിയർ ആണോ, അതുപോലെ തന്നെ CDSL ഉം രണ്ട് ഡെപ്പോസിറ്ററീസ് ആണ് ഉള്ളത്. ഡിമാറ്റ് അക്കൗണ്ടിലാണ് സെക്യൂരിറ്റീസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അതായത് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടുകൾ. പണ്ട് കാലങ്ങളിൽ സെക്യൂരിറ്റീസ് ഒക്കെ പേപ്പർ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ്. അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇലക്ട്രോണിക് രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡെപ്പോസിറ്ററികളിലാണ്. ഡെപ്പോസിറ്ററികളാണ് ബാങ്ക് പോലെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്തായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഷെയറും ഡിബഞ്ചറും ബോണ്ടും ഒക്കെ കൊണ്ടുപോയി ഇലക്ട്രോണിക് രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. So Depository Act 1996 എന്ന് പറയുന്നത് provide legal framework for the establishment of depository like NSDL and CDSL for the electronic holding and transfer of security. രണ്ട് ഡെപ്പോസിറ്ററി ഇന്ത്യയിൽ ഉള്ളൂ, NSDL ഉം CDSL ഉം. പിന്നുള്ളത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ആണ്. Governs incorporation, responsibilities of director, disclosure norms and corporate governance standard for all company, including those listed on the stock exchange. കമ്പനികളുമായിട്ടുള്ള സകലവിധ നിയമങ്ങളും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസും കമ്പനീസ് ആക്ടിലുണ്ട്. സോ അതിന്റെ ബേസിസിലും ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റഡ് ആകുന്നു. അപ്പം റെഗുലേറ്ററി ബോഡികൾക്ക് പുറമെ ആക്ടുകളിലൂടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാം. ഏതൊക്കെ ആക്ട് ആണ്? സെബി ആക്ട് 1992, Security Contract Regulation Act 1956, Depository Act 1996, Companies Act 2013. ക്ലിയർ ആണോ? ഇനിയും അടുത്ത ഒരു വഴിയാണ് കണ്ടിന്യൂസ് ഡിസ്ക്ലോഷർ ആൻഡ് കംപ്ലയൻസ്. ക്ലിയർ ആണോ? പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ക്ലോഷറിലൂടെയും കംപ്ലയൻസിലൂടെയും. ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് അഡർ ടു കണ്ടിന്യൂസ് കംപ്ലയൻസ് റിക്വയർമെന്റ് primarily governed by SEBI Listing Obligation and Disclosure Requirement Regulations 2015 SEBI LODR. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത്, ആ ഒരു സെബിയുടെ ആ ഒരു നോംസിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്യാൻ കോർപ്പറേറ്റുകൾ ബാധ്യസ്ഥരാണ്. Disclosure of price sensitive information, timely disclosure of any event or information that may affect the company's stock price. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ, കമ്പനി മെർജ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് വരുന്നു, ബോർഡ് മീറ്റിംഗ് നടക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം കമ്പനി ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത് പ്രൊവിഷൻ പ്രകാരം. അടുത്തത് കോർപ്പറേറ്റ് ഗവർണൻസ്, കംപ്ലയൻസ് വിത്ത് നോംസ് റിലേറ്റഡ് ടു composition of the board of directors, audit committee, nomination and remuneration committee, etc. പ്രോപ്പർ ആയിട്ടുള്ള കമ്മിറ്റികൾ, അതിന്റെ റെഗുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ ഫയലിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട് ക്വാർട്ടർലിയും ആനുവലിയും ഒക്കെ ഫിനാൻഷ്യൽ റിസൾട്ട് പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം പറഞ്ഞ ഡെഡ് ലൈനിനുള്ളിൽ. അതുപോലെ തന്നെ അതർ ഫയലിംഗ്സ്, സബ്മിറ്റിംഗ് ആനുവൽ റിപ്പോർട്ട്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, വേരിയസ് അതർ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് റെഗുലർലി. ക്ലിയർ അല്ലേ? സോ ഈ വക ഫയലിംഗ് റിക്വയർമെന്റ്സും പൂർത്തീകരിക്കണം. ആസ് പെർ സെബി ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻസ് 2025 സെബി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിച്ച റെഗുലേഷൻസ് ആണ്. അത് പ്രകാരമുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സിലൂടെയും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ക്ലിയർ ആണോ? റെഗുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ സെബിയുടെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻസ് 2015, പിന്നെ നമ്പർ ഓഫ് ആക്ടുകൾ, പിന്നെ റെഗുലേറ്ററി ബോഡീസും.
ഈ 3 രീതിയിലാണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കിടക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഈ 3 രീതിയിലാണ് പ്രോപ്പറായി റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ NSE ആൻഡ് BSE നോക്കി, ലിസ്റ്റിംഗ് ഇൻ NSE ആൻഡ് BSE നോക്കി, റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഫിനാൻഷ്യൽ മാർക്കറ്റും പ്രോപ്പറായിട്ട് നോക്കി. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ റിവൈസ് ചെയ്യുക. ഇനി വരുന്ന സെഷനിൽ ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? സോ താങ്ക് യു സോ മച്ച്.